ഹായ് ഫ്രണ്ട്സ്, എവർക്കും PSC ഓൺ ദ റോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സംസ്ഥാനങ്ങളെ പറ്റിയാണ്. സംസ്ഥാനങ്ങളിലൂടെ ഒരു വിജ്ഞാന യാത്ര. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്, മണിപ്പൂർ ആൻഡ് മേഘാലയ. അപ്പോൾ ഇതിനു മുമ്പുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം മണിപ്പൂരിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ മാപ്പിൽ മണിപ്പൂരിന്റെ ലൊക്കേഷൻ മനസ്സിലായല്ലോ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളൊന്നാണ് അല്ലെ. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങളിൽ പെടുന്ന ഒരു സംസ്ഥാനമാണ് ഇത് മണിപ്പൂർ എന്ന് പറയുന്നത്. വലതുവശത്തായിട്ട് നിങ്ങൾക്ക് മണിപ്പൂരിന്റെ ജില്ലകൾ അടങ്ങിയ മാപ്പും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിപ്പൂർ സംസ്ഥാനം നിലവിൽ വന്നത് 1972 ജനുവരി 21-നാണ്. ഓക്കെ, മണിപ്പൂർ സംസ്ഥാനം നിലവിൽ വന്നത് 1972 ജനുവരി 21. ഓക്കെ, നമ്മൾ സ്ഥിരമായി കേട്ട ഒരു ഡേറ്റ് ആണ്, മുൻ ക്ലാസ്സുകളിൽ സ്ഥിരമായി കേട്ടൊരു ഡേറ്റ് ആണ് 1956 നവംബർ 1 അല്ലേ. നമ്മുടെ കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങൾ രൂപങ്ങളുടെ ഡേറ്റ് ആണ് അല്ലേ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ തീയതിയാണ് 1972 ജനുവരി 21. മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാലാണ്. ഇംഫാൽ, IMPHAL, ഇംഫാലാണ് മണിപ്പൂരിന്റെ തലസ്ഥാനം. ഹൈക്കോടതി ആസ്ഥാനവും ഇംഫാൽ തന്നെയാണ്. 2013 മാർച്ച് 25 വരെ മണിപ്പൂരിന്റെ ഹൈക്കോടതി ആസ്ഥാനവും ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലായിരുന്നു. ഓക്കെ, പിന്നീട് 2013 മാർച്ച് 25 മുതൽ ഇംഫാൽ ഹൈക്കോടതി, മണിപ്പൂരിലെ ഇംഫാൽ ഹൈക്കോടതി നിലവിൽ വന്നു. ഇനി മണിപ്പൂരിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 22,327 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, 22,327 സ്ക്വയർ കിലോമീറ്റർ ആണ് മണിപ്പൂരിന്റെ വിസ്തീർണം എന്ന് പറയും. ആകെ ജില്ലകളുടെ എണ്ണം 16. മണിപ്പൂരിലെ ആകെ ജില്ലകൾ 16. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 1. ഓക്കെ, രാജ്യസഭാ അംഗം മണിപ്പൂരിൽ നിന്ന് ഒരേ ഒരു രാജ്യസഭാ അംഗം മാത്രമേ ഉള്ളൂ. ലോക്സഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 60. ഓക്കെ, ലോക്സഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 60. ഓക്കെ, മണിപ്പൂരിന്റെ ഔദ്യോഗിക പക്ഷി ഹ്യൂംസ് പെസന്റ് ആണ്. ഹ്യൂംസ് പെസന്റ് ആണ് മണിപ്പൂരിന്റെ ഔദ്യോഗിക പക്ഷി. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഔദ്യോഗിക മൃഗം സാങ്കായി ആണ്. സാങ്കായി ആണ് മണിപ്പൂരിന്റെ ഔദ്യോഗിക മൃഗം. ഒരിനം മാനാണ് സാങ്കായി എന്ന് പറയുന്നത്. ഓക്കെ, അതും ചിത്രത്തിൽ കാണാം. ഇനി ഔദ്യോഗിക പുഷ്പം ഷിറോയി ലില്ലിയാണ്. ഷിറോയി ലില്ലിയാണ് മണിപ്പൂരിന്റെ ഔദ്യോഗിക പുഷ്പം. ഇപ്പൊ ഷിറോയി ലില്ലി എന്ന് പറയുന്ന ഒരു അപൂർവ ഇനം പുഷ്പമാണ്. ഓക്കെ, ഇനി ഔദ്യോഗിക ഭാഷ മണിപ്പൂരി. ഓക്കെ, ഔദ്യോഗിക ഭാഷ മണിപ്പൂരിയാണ്. ഇനി അതിന്റെ വിശേഷണങ്ങൾ നോക്കാം. ഇന്ത്യയുടെ രത്നം, കിഴക്കിന്റെ രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം, പിന്നെ കിഴക്കിന്റെ രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഇങ്ങനെ വിശേഷിപ്പിച്ചത്, ഇന്ത്യയുടെ രത്നം എന്നും കിഴക്കിന്റെ രത്നം എന്നും മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഇത് മണിപ്പൂർ എന്ന് പറയുന്നത്. ഓക്കെ, മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. മണിപ്പൂരിന്റെ അയൽ സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, അസം, മിസോറാം. ഓക്കെ, നാഗാലാൻഡ്, അസം, മിസോറാം എന്നിങ്ങനെ 3 അയൽ സംസ്ഥാനങ്ങളാണ് മണിപ്പൂരിനുള്ളത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മണിപ്പൂരി കലാരൂപമാണ് സങ്കീർത്തന. ഓക്കെ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു കലാരൂപമാണ് ഇത് സങ്കീർത്തന. മണിപ്പൂരിൽ നിന്നുള്ള കലാരൂപമാണ് ഇത് സങ്കീർത്തന എന്ന് പറയുന്നത്. ഇനി മണിപ്പൂരിലെ ഏക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ തന്നെയാണ്. ഇതൊരു ഡൊമസ്റ്റിക് എയർപോർട്ട് ആണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, മണിപ്പൂരിന്റെ ഏക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ തന്നെയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര കാർഷിക സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഇംഫാലിൽ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര കാർഷിക സർവകലാശാല, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എവിടെയാണ്? മണിപ്പൂരിലെ ഇംഫാലിലാണ്. പക്ഷെ കൃഷിഭൂമി വളരെ കുറവായ സംസ്ഥാനമാണ് ഇത് മണിപ്പൂർ എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, കൃഷിഭൂമി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് ഇത് മണിപ്പൂർ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര കാർഷിക സർവകലാശാല നിലവിൽ വന്നത്, സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് മണിപ്പൂരിലെ ഇംഫാലാണ്.
ഇംഫാലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കരകൗശല വസ്തുക്കൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഇത് ഇംഫാൽ എന്ന് പറയും. കരകൗശല വസ്തുക്കൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഇംഫാൽ. ഇനി കൈത്തറിയാണ് പ്രധാന വ്യവസായം. ഇപ്പൊ മണിപ്പൂരിന്റെ പ്രധാന വ്യവസായം എന്ന് പറയുന്നത് കൈത്തറിയാണ്, ഹാൻഡ്ലൂം. പക്ഷെ ഇവ കൂടാതെ പഞ്ചസാര, സിമന്റ് എന്നിവയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കൈത്തറിയാണ് പ്രധാന വ്യവസായമെങ്കിലും പഞ്ചസാരയും സിമന്റും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? മണിപ്പൂരിൽ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന മൾബറി കൃഷി വ്യാവസായികമായി പ്രചരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് മണിപ്പൂർ. ഞാൻ പ്രഖ്യാപിച്ചതെന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, ക്ഷമിക്കുക. ഇപ്പോൾ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന മൾബറി കൃഷി വ്യാവസായികമായി പ്രചരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് മണിപ്പൂർ. ഇനി സാർവത്രിക വോട്ടവകാശത്തിലൂടെ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. സാർവത്രിക വോട്ടവകാശത്തിലൂടെ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന ഇലക്ഷൻ നടന്ന സംസ്ഥാനമാണ് ഇത് മണിപ്പൂർ എന്ന് പറയുന്നത്. ഇനി അവിടെയുള്ള പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് കുക്കീസ്, നാഗാസ്. നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ അവിടെയുള്ള പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് ഇത് കുക്കീസ് ആൻഡ് നാഗാസ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒന്നായ മണിപ്പൂരി എവിടെയുള്ളതാണ്? മണിപ്പൂരിലുള്ള. അപ്പൊ ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവി ലഭിച്ച ഒരു കലാരൂപമാണ് അല്ലെങ്കിൽ നൃത്തരൂപമാണ് മണിപ്പൂരി എന്ന് പറയുന്നത്. ഇത് മണിപ്പൂരിന്റെ നൃത്തരൂപമാണ്. ആ പേരിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കുന്നതിന് പ്രത്യേകിച്ച് പാടൊന്നുമില്ല. ഇനി പോളോ എന്ന കായിക വിനോദം ഉടലെടുത്തത് മണിപ്പൂരിലാണ്. പോളോ എന്ന കായിക വിനോദം ഉടലെടുത്തത് എവിടെ നിന്നാണ്? മണിപ്പൂരിലാണ്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സാങ്കായ് മാനുകൾ മണിപ്പൂരിലാണ് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മണിപ്പൂരിന്റെ ഔദ്യോഗിക മൃഗവും ഏത് തന്നെയാണ്? സാങ്കായ് മാനാണ് അല്ലെ. സാങ്കായ് എന്ന് അറിയപ്പെടുന്ന ഒരിനം മാനാണ് മണിപ്പൂരിന്റെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത്. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനം മാനുകൾ കൂടിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം, ഒഴുകുന്ന ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഒന്നേ ഉള്ളൂ ലോകത്ത് തന്നെ. അത് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ്. ലോക്തക് ലേക്കിലാണ് ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമായ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കായ കേബിൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നു. ഇത് PSC ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച പോയിന്റ് ആണ്. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമായ കേബിൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂർ സംസ്ഥാനത്താണ്, ലോക്തക് തടാകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് മണിപ്പൂരിലെ ഗവർണർ ലാ ഗണേശനാണ്. മണിപ്പൂരിലെ ഗവർണർ ശ്രീ ലാൽ ഗണേശൻ, ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ലാ ഗണേശൻ. ഈ നിലവിലെ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് ആണ്. ബീരേൻ സിംഗ് ആണ് മണിപ്പൂരിലെ നിലവിലെ മുഖ്യമന്ത്രി. അടുത്ത വർഷം 2022 ഇലക്ഷൻ വരും. ഇലക്ഷൻ വരുമ്പോൾ അവിടുത്തെ എന്ത് ചെയ്യും? മുഖ്യമന്ത്രി മാറും. അപ്പോൾ എന്ത് ചെയ്യുക? മാറുമ്പോൾ ആരാണോ അത് എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് മണിപ്പൂർ സംസ്ഥാനത്തെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പൊ ഇനി ഇതോടൊപ്പം കൂടുതൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ കിട്ടുന്ന പോയിന്റുകളെല്ലാം ഇതോടൊപ്പം എഴുതി ചേർത്ത് നല്ല രീതിയിൽ പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സംസ്ഥാനം നോക്കാം, മേഘാലയ. ഇപ്പൊ മണിപ്പൂർ പറഞ്ഞ പോലെ തന്നെ സപ്ത സഹോദരിമാരിൽ ഉൾപ്പെടുന്ന മറ്റൊരു സംസ്ഥാനം കൂടിയാണ് ഇത് മേഘാലയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മേഘാലയയെ കുറിച്ച് നോക്കാം. ലൊക്കേഷൻ മനസ്സിലായല്ലോ. ബംഗ്ലാദേശുമായി ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലേ മേഘാലയ എന്ന് പറയുന്നത്. ഇപ്പൊ റൈറ്റ് സൈഡിലായിട്ട് മേഘാലയയുടെ ജില്ലകൾ അടങ്ങുന്ന മാപ്പ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മേഘാലയ സംസ്ഥാനം നിലവിൽ വരുന്നതും അതേ തീയതി, ഏത് തീയതി? മണിപ്പൂർ സംസ്ഥാനം നിലവിൽ വന്ന അതേ തീയതി തന്നെയാണ് 1972 ജനുവരി 21. അപ്പൊ മണിപ്പൂറും മേഘാലയയും നിലവിൽ വരുന്നത് ഒരേ തീയതിയിലാണ്, 1972 ജനുവരി 21. തലസ്ഥാനം ഷില്ലോങ്. ഷില്ലോങ് ആണ് മേഘാലയയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഹൈക്കോടതി ആസ്ഥാനവും ഏത് തന്നെയാണ്? ഷില്ലോങ് തന്നെയാണ്. വിസ്തീർണം 22,429 ചതുരശ്ര കിലോമീറ്റർ. 22,429
29 ചതുരശ്ര കിലോമീറ്റർ ആണ് മേഘാലയയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. ആകെ ജില്ലകളുടെ എണ്ണം 12. രാജ്യസഭാ സീറ്റുകൾ 1. രാജ്യസഭാ അംഗങ്ങൾ ഒരാളേ ഉള്ളൂ. ലോക്സഭാ മണ്ഡലങ്ങൾ 2. നിയമസഭാ മണ്ഡലങ്ങൾ 60. ഓക്കെ. ഇനി ഔദ്യോഗിക പക്ഷി ഹിൽമൈന. ഹിൽമൈന നമ്മൾ നേരത്തെയും കുറെ സംസ്ഥാനങ്ങൾ പറഞ്ഞതാണ്. ഔദ്യോഗിക പക്ഷി ഹിൽമൈന. ഔദ്യോഗിക മൃഗം മേഘാവൃത പുലി. മേഘാവൃത പുലിയാണ് മേഘാലയയുടെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത്. ഔദ്യോഗിക പുഷ്പം ലേഡി സ്ലീപ്പർ ഓർക്കിഡ്. ലേഡി സ്ലീപ്പർ ഓർക്കിഡ് ആണ് മേഘാലയയുടെ ഔദ്യോഗിക പുഷ്പം. ഔദ്യോഗിക ഭാഷ ഖാസി, ഗാരോ എന്നിവയാണ്. ഓക്കെ, ഔദ്യോഗിക ഭാഷ ഖാസി, ഗാരോ എന്നിവയാണ് മേഘാലയയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത്. ഇനി മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥം വരുന്ന പേരാണ് മേഘാലയ എന്ന് പറയുന്നത്. ഓക്കെ, മേഘങ്ങളുടെ ആലയം എന്നാണ് മേഘാലയ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ്. ഓക്കെ, കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മേഘാലയയിലെ ഷില്ലോങ് ആണ്. അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? ഇപ്പോഴും സ്കോട്ട്ലൻഡുകാരുടെ സാന്നിധ്യം എവിടെയുണ്ട്? ഷില്ലോങ് ഹിൽ സ്റ്റേഷനിൽ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്ന് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിനെ വിശേഷിപ്പിക്കാൻ കാരണം. ഓക്കെ, ഇനി അവിടുത്തെ മേഘാലയയുടെ പ്രധാന വിമാനത്താവളമാണ് യുംറായി. ഓക്കെ, യുംറായി ആണ് മേഘാലയയുടെ പ്രധാന വിമാനത്താവളം എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മൗസിൻ റൗം, ചിറാപുഞ്ചി. ഓക്കെ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മൗസിൻ റൗം, ചിറാപുഞ്ചിയും സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. ഓക്കെ, അതിന് കാരണമായ മലനിരകളാണ് ഖാസി, ഗാരോ, ജയന്തി കുന്നുകളൊക്കെ. ഓക്കെ, ഇനി ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സൊഹ്റ. ഓക്കെ, അപ്പൊ സൊഹ്റ എന്ന് പറയുന്നത് ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് മേഘാലയ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. ഓക്കെ, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഏത്? മേഘാലയ. ഖാസി, ഗാരോ, ജയന്തി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും മേഘാലയയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ സാന്നിധ്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ മഴ ഏറ്റവും കൂടുതലായി ലഭിക്കാൻ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഖാസി, ഗാരോ, ജയന്തി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് അസം റൈഫിൾസ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആയ അസം റൈഫിൾസിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷില്ലോങ് ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആയ അസം റൈഫിൾസിന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്. ഓക്കെ, 1835 അസം റൈഫിൾസ് രൂപീകരിക്കുന്നത്. ഇനി മേഘാലയയിൽ നിലവിലുള്ള പ്രധാന ഗോത്രവർഗങ്ങളാണ് ഖാസി, ഗാരോ, ജൈന്ത്യാസ്. ഓക്കെ, ഖാസി, ഗാരോ, ജൈന്ത്യാസ് എന്നിവയൊക്കെ മേഘാലയയിൽ നിലവിലുള്ള പ്രധാന ഗോത്രവർഗക്കാരാണ്. ഓക്കെ, ഇനി നൊക്രൈക് ദേശീയോദ്യാനം, ലേഡി ഹിഡാരി പാർക്ക്, പോളോ ഗ്രൗണ്ട്, മാട്സി, ഉമിയം ലേക്ക്. ഓക്കെ, എന്നിവയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. അപ്പോൾ നൊക്രൈക് ദേശീയോദ്യാനം, നൊക്രൈക് നാഷണൽ പാർക്ക്, ലേഡി ഹിഡാരി പാർക്ക്, പോളോ ഗ്രൗണ്ട്, മാട്സി, ഉമിയം ലേക്ക് എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. ഓക്കെ, അത് പ്രധാന നദികൾ, മേഘാലയയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് ഡാർമിങ്, കുപ്ലി, മാർഡ, സിംസൺ. ഓക്കെ, നമ്മൾ അങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന നദികളൊന്നുമല്ല. ഡാർമിങ്, കുപ്ലി, മാർഡ, സിംസാങ് എന്നിവയൊക്കെയാണ് മേഘാലയയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളെന്ന് പറയുന്നു. ഓക്കെ, ഇനി അവിടെ പ്രചാരത്തിലുള്ള നൃത്തരൂപങ്ങളാണ് വങ്കാല, ഷാദ്. ഓക്കെ, അപ്പൊ വങ്കാല, ഷാദ് എന്നീ നൃത്തരൂപങ്ങൾ നിലവിലുള്ള അല്ലെങ്കിൽ നൃത്തരൂപങ്ങൾ പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മേഘാലയയാണ്. ഓക്കെ, ഇനി നിലവിലെ ഗവർണർ, മേഘാലയയിലെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത് ശ്രീ സത്യപാൽ മാലിക്കാണ്. ഓക്കെ, ശ്രീ സത്യപാൽ മാലിക്കാണ് നിലവിലെ മേഘാലയയുടെ ഗവർണർ എന്ന് പറയുന്നത്. നിലവിലെ മുഖ്യമന്ത്രി ശ്രീ CK സംഗ്മ. CK സംഗ്മയാണ് നിലവിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. മേഘാലയയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് CK സംഗ്മയാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ
പ്രധാനപ്പെട്ട മേഘാലയയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് മണിപ്പൂർ, മേഘാലയ എന്നീ 2 സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഒരുപാട് പോയിന്റുകൾ ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പല പല ബുക്കുകൾ, പല ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ പല പ്രസിദ്ധീകരണങ്ങളെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ പോയിന്റുകൾ ഒരുപാടെണ്ണം കിട്ടിയേക്കാം. അതെല്ലാം എന്ത് ചെയ്യുക, നോട്ടിനോടൊപ്പം എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.